മണ്ണാർക്കാട് നഗരസഭയിൽ അടുത്തിടെയുണ്ടായ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി നഗരസഭ സെക്രട്ടറിയാണെന്ന് ഭരണപക്ഷ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൗൺസിൽ യോഗത്തിൽ ഉടലെടുത്ത തർക്കങ്ങളെ തുടർന്ന് ഭരണസമിതി വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. ഇങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇതിന്റെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നു UDF നേതൃത്വം എന്നൊരു പ്രചരണമുണ്ട്. അതാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം? അത് സെക്രട്ടറിയോട് എന്താണ് പ്രശ്നം എന്നുള്ളത്. കാരണം അല്ല, അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? അതുള്ളത് അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ ഭരണ സംവിധാനം അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. അതില് അജണ്ടയിൽ മുൻ ചെയർമാന് മുറി അനുവദിക്കുന്നത് സംബന്ധിച്ച വിഷയം ഉൾപ്പെടുത്തിയത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ അറിവില്ലായ്മ കൊണ്ടാണെന്നും മുൻ ചെയർമാൻ അത്തരമൊരു മുറി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ സജന വ്യക്തമാക്കി. ഞാൻ ഡൽഹിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല എന്നുള്ളത് ഞാൻ തികച്ചും എന്താ പറയുക, ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് അല്ലെ? മണ്ണാർക്കാട് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം രാഷ്ട്രീയ ഇതിലൊന്നും ഇല്ലാത്ത ഒരാൾ നമ്മുടെ പാർട്ടി പറഞ്ഞതിന് ശേഷം ഞാൻ മത്സരിച്ചു, അതിന് വിജയിച്ചു. അതിനുശേഷം ഞാൻ ചെയർപേഴ്സൺ എന്നുള്ള സ്ഥാനത്തേക്ക് എത്തി. തികച്ചും നമുക്കറിയാം ഞാൻ എന്താണ് ഒന്നും അറിയാത്ത ഒരു അടിത്തട്ടിന് 1ാം ക്ലാസ്സിൽ കണ്ടിരിക്കുന്ന കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവും. ആ രീതിയിലാണ് എനിക്ക് ഈ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പഠിച്ചിട്ട് വരണം എന്നുള്ളതാണ്. അതിന്റെ ഒരു കാലതാമസം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് എനിക്ക് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പഠിച്ചെടുക്കില്ല എന്നുള്ളതൊന്നുമില്ല. അത്യാവശ്യം ഞാൻ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഭരണസമിതിയിലെ 30 അംഗങ്ങളും സൗഹൃദത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അംഗങ്ങളെ 2 തട്ടിലാക്കാൻ നഗരസഭാ സെക്രട്ടറി ശ്രമിക്കുകയാണെന്നും ഇതുവഴി സെക്രട്ടറിക്ക് എന്തു നേട്ടമാണ് ലഭിച്ചതെന്ന് അറിയില്ലെന്നും സജന പറഞ്ഞു. അതേസമയം കൗൺസിലിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങളോ കയ്യാങ്കളിയോ നടന്നിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് കൗൺസിലർമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കൗൺസിൽ യോഗം തടസ്സമില്ലാതെ നടക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. യോഗത്തിന് ശേഷം പരസ്പരം കൈകൊടുത്താണ് എല്ലാവരും പിരിഞ്ഞത് എന്നും ലീഗ് അംഗങ്ങൾ വ്യക്തമാക്കി. അന്നത്തെ കൗൺസിലിൽ നടക്കണമെന്ന് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. കാരണം സാധാരണ നമ്മളെ വെറുതെ വലിയ കയറി വന്നാലല്ലോ. അതാത് പ്രദേശങ്ങളിൽ തെരഞ്ഞെടുത്ത് മത്സരിച്ച് അവിടുത്തെ അവകാശങ്ങൾ ചോദിക്കാനും അജണ്ടകളുടെ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കാനാണല്ലോ ഈ കൗൺസിൽ കൂടുന്നത്. അത് നടക്കണം എന്നുള്ള ആവശ്യം കൊണ്ട് ഉള്ള ഒരു അഭിപ്രായമായിട്ടുള്ളൂ അതിനെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ കണ്ടില്ല എന്നുള്ളൂ. ഞങ്ങളൊക്കെ നല്ല സൗഹാർദ്ദത്തോടു കൂടിയാണ്. നഗരസഭയിലെ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൗൺസിലർമാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന് വൈസ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ബാലകൃഷ്ണൻ അറിയിച്ചു. ജലീൽ കുളമ്പനും രാധാകൃഷ്ണനും കോൺഗ്രസുകാർ തന്നെയാണെന്നും UDF സംസ്കാരമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവർ പ്രതികരിക്കുന്നുണ്ടോ? എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് കൗൺസിൽ യോഗത്തിൽ വന്ന് പ്രതികരിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ വിശ്വാസം. അതും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അവിടെ തടയുന്നോ ഉദ്യോഗസ്ഥന്മാരെ തടയുന്നൊന്നും അതിനോട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കത് അറിയില്ല. കൗൺസിൽ യോഗത്തിൽ പ്രതികരിക്കുന്ന പിന്നെ അവരുടെ അവകാശങ്ങൾ എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർ സംസാരിക്കാൻ അവകാശമുണ്ട്. പാർലമെന്ററി പാർട്ടി ലീഡർ ആണെങ്കിലും അവരുടെ സംസാരിക്കാനുള്ള അവകാശം ഞാൻ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. UDFുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ അവരോട് നിർദ്ദേശിക്കണമെന്ന് DCC പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുമെന്നും വൈസ് ചെയർമാൻ കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്.